വിശക്കണുണ്ടെങ്കിലേ നിങ്ങളുടെ നടപ്പുകാരികളോട് പറ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അയ്യോ ഭയങ്കര കൂട്ടലായിരുന്നല്ലോ കപ്പലണ്ടി. ഇത്ര നാളായിട്ട് നിങ്ങൾ നടന്നിട്ട് വന്നിട്ട് ഒരു പൊതി കപ്പലണ്ടി എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? തങ്കം, അത് ഞാൻ മേടിച്ചല്ല, അവരെനിക്ക് വീഴാൻ പോയപ്പോ താങ്ങാൻ നിൽക്കുന്നു കുറെ അവളുമാര്. പിന്നെ ഒരാൾ വീഴാൻ പോകുമ്പോ ആരെങ്കിലും വീഴാൻ പോയാ വീണോളണം, അല്ലാതെ ആരും താങ്ങേണ്ട കാര്യമില്ല. ഞാൻ മൂക്കടിച്ച് വീണ മൂക്ക് പരന്നു പോട്ടെ. തങ്കം, ഒരാൾ ഇത്രയും താഴുമ്പോ നീ ഇങ്ങനെ മുതുകത്തേറി നിക്കല്ലോ കേട്ടോ. സോറി പറഞ്ഞില്ലേ ഡാഡിന്റെ മനസ്സിലെ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് എന്നോട് വക്കാലത്ത് മേടിക്കാൻ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വിശക്കുന്നുണ്ടെങ്കിലേ തലയും കുത്തി നിൽക്ക്. എന്റെ ഇന്ന് പച്ചവെള്ളം കിട്ടുന്ന ഒരാളും വിചാരിക്കണ്ട ഇവിടെ. അമ്മ അഹങ്കാരമാണോ? അതെ, നീ അകത്ത് പോത്ത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. നീ എനിക്കറിയാം പ്രശ്നം ഉണ്ടാവട്ടെ. നീ നോക്കണ്ട, ഇവിടെ ഒന്നും അറിയണ്ട. പിന്നെ തെറ്റ് ചെയ്തിട്ട് നീ എന്റെ പുറത്തോട്ട് കാണാ നിങ്ങൾ, ഞാൻ ശരിയാക്കി തരുമല്ലോ. തങ്കം, അതെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ മനസ്സിലൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല. പിന്നാണ് തന്നെ സത്യമായിട്ടും ഇങ്ങനെ കരയല്ലേ. നിങ്ങൾ കള്ളനാന്നുള്ള പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പെണ്ണ് പിടിയെന്നാലും. ആരെങ്കിലും കേട്ടാ കൊച്ചു കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. നീ ഇതെന്തോന്ന് പറയണത്? അതെ വേണ്ട, എനിക്ക് 2 ദിവസം കഴിയുമ്പോഴേ കുറച്ച് പൈസ വരാണ്ട്. ആ പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കണതെന്ന് അറിയാമോ? നിനക്കൊരു സാരി, വെറും സാരിയല്ല, പോച്ചമ്പള്ളി സാരി, 2 കോലാപ്പൂരി ചെരുപ്പ്, പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒരു ടാക്സി എടുത്ത് നേരെ ഒരു സിനിമ, ലുലുമാൾ, ആക്കുളം, വേളി ഇങ്ങനെ കറങ്ങി അടിച്ച് പൊളിച്ചടുക്കിയിട്ട് നമ്മൾ തിരിച്ചു വരും. കോലാപുരി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ കോലാപ്പൂരി ചെരുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നാ തങ്കം, നമ്മളത് കാലിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ നടക്കണ്ട, ചെരുപ്പ് നമ്മളെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ തെന്നി വീഴൂലേ? അയ്യോ അങ്ങനെയല്ല, നമ്മളതിട്ടാൽ നടക്കണത് അറിയില്ല. ഭയങ്കര സ്മൂത്താണ്, സോഫ്റ്റാണ്, ഇങ്ങനെ പോകും. പക്ഷെ നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? തെറ്റാണോ അല്ലയോ? ആണ്, തെറ്റാണ്. സമ്മതിച്ചു. ഇനി അങ്ങനെ ചെയ്യോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ അങ്ങനെ എന്നെ ചതിക്കോ ഇനി? തങ്കം, നീ ഇത് എന്തൊക്കെ തല തൊട്ട് സത്യം ചെയ്. സത്യം ചെയ്. കർത്താവിനാണ് ഞാൻ എന്താണ്ട ഇനി നടക്കാനും പോവില്ല, ജോഗിങ്ങും ഇല്ല. യോഗ ഇന്നലെ വിട്ടല്ലോ, ഒന്നിനും ചെയ്യില്ല. ഞാൻ ചെയ്ത നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കും. ഓ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാമേ. പറ, എന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറ. എന്റെ തല പൊട്ടിത്തെറിക്കട്ടെ. അതെ, ചിരിക്കും. ചിരിക്കാനൊന്നും സമയമായിട്ടില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുള്ളൂ. അപ്പൊ സമരം അവസാനിപ്പിച്ചു എന്നുള്ള സമ്മതിച്ചല്ലോ. പക്ഷെ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് മേടിച്ചു തന്നെ. അയ്യോ എന്റെ പൊന്നെ, ഞാൻ മേടിച്ച് തരൂലേ. ഇനി ചെന്ന് എന്തേലും ഉണ്ടാക്കി, എനിക്ക് വിശന്നിട്ട് വയ്യ, പെട്ടെന്നാവട്ടെ. പിന്നെ എന്താ പെണ്ണുങ്ങളോട് പറഞ്ഞ ചിരിച്ചത്? ഏത് പെണ്ണുങ്ങളോട്? നടത്തും വന്ന പെണ്ണുങ്ങളോട്. അത് എന്താന്ന് അറിയാമോ, നമ്മൾ ഈ ബക്കറ്റ് പിരിവ് വീണ്ടും തുടങ്ങണ കാര്യം പറയായിരുന്നു. ബക്കറ്റ് പിരിവിന്റെ കാര്യം പറഞ്ഞാൽ ആരെങ്കിലും ചിരിക്കുവോ? അത് എന്താണെന്നറിയാമോ, ബക്കറ്റ് പിരിവ് ഞാൻ വീണ്ടും തുടങ്ങാന്ന് പറഞ്ഞാൽ അതിലൊരു പെണ്ണ് പറയാണ്, ക്ലീറ്റോ ചേട്ടാ ബക്കറ്റ് പിരിവ് തുടങ്ങിക്കോ, പക്ഷേ തുളയുള്ള ബക്കറ്റിൽ പിരിക്കല്ലേ. അത് കേട്ടിട്ട് ചിരി വന്നില്ലേ? അത് തന്നെ.